നിങ്ങൾ ഈ സെമ്നോപിത്തക്കസ് എന്ന് കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ രാത്രിയിൽ ഇവിടെ തിരുവനന്തപുരം മൃഗശാലയിൽ ഒരു സെമ്നോപിത്തക്കസ് കുഞ്ഞു പിറന്നിട്ടുണ്ട്. കക്ഷിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അങ്ങോട്ട് നോക്കിയാൽ കാണാം. മൃഗശാലയിൽ ആദ്യമായിട്ടാണ് ഹനുമാൻ കുഞ്ഞു പിറന്നത്. കുഞ്ഞൻ ഹനുമാൻ കുരങ്ങിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന അമ്മ കുരങ്ങിന്റെ ദൃശ്യങ്ങൾ എടുത്ത് റീൽസ് ആക്കാൻ വരുന്നവരുടെ തിരക്കാണ് മൃഗശാലയിൽ ഇപ്പോൾ. ക്യൂട്ട്നസ് വാരി വിതർന്ന ഈ ലിറ്റിൽ പൂക്കിക്ക് മുംബൈയിൽ നിന്ന് വരെ ഫാൻസ് ഉണ്ട്. I saw the newborn baby and it was very nice to know that it is a common langur. We never get to see all of these stuff in Mumbai. We'll name him Lakku. Yeah. എല്ലാവരോടും ഇണങ്ങി ജീവിക്കുന്നത് കൊണ്ട് ഗർഭിണിയായിരുന്ന ഹനുമാൻ കുരങ്ങിനെ പ്രത്യേകം കൂട്ടിലേക്ക് മാറ്റിയിരുന്നില്ല. അതിനാൽ അമ്മ കുരങ്ങിനെ പോലെ കുഞ്ഞിനെ പരിപാലിക്കാൻ മറ്റ് കുരങ്ങുകൾ തമ്മിൽ മത്സരമാണ്. സാധാരണ 7 മാസമാണ് ജസ്റ്റേഷൻ പീരീഡ്. അപ്പോൾ ഇത് ഫുൾ ടൈം ആയതിനു ശേഷം പ്രസവിച്ച കുട്ടിയായതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. അത് ഹെൽത്തി ആണെന്ന് കണക്കാക്കുന്ന ഒരു സൈൻ എന്ന് പറയുന്നത് എപ്പോഴും ഇതിൻ്റെ ഫീമെയിൽ, അതായത് ഇതിൻ്റെ അമ്മ ഇതിൻ്റെ കുഞ്ഞിനെയും എപ്പോഴും ദേഹത്ത് തന്നെ ഒട്ടിച്ചേർത്ത് വെച്ചാണ് കൊണ്ടു നടക്കുക. ഹെൽത്തി അല്ലാത്ത കുട്ടികൾ അത് ആദ്യമേ തന്നെ അത് അബാൻഡൻ ചെയ്യാറുണ്ട്. തിരുപ്പതിയിൽ നിന്ന് കൊണ്ടുവന്ന ഹനുമാൻ കുരങ്ങുകളിൽ ഒരു പെൺകുരങ്ങൊഴികെ ബാക്കിയുള്ളവ അതിജീവിക്കാതെ വന്നതോടെയാണ് 2023 4 ഹനുമാൻ കുരങ്ങുകളെ ഹരിയാനയിലെ റോത്തക് മൃഗശാലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്. ഇതിൽ 2 പെണ്ണും ഒരാണും അതിജീവിച്ചു. ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്ന ഹനുമാൻ കുരങ്ങിനാണ് ഇപ്പോൾ കുഞ്ഞു പിറന്നത്. നല്ലതുപോലെ പാലൊക്കെ കുടിച്ച് കുഞ്ഞു വളരുകയാണ്. അമ്മയിൽ നിന്ന് വേർപെട്ട് സ്വന്തമായി തീറ്റയെടുത്ത് തുടങ്ങിയതിനു ശേഷം മാത്രമേ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയൂ. പണ്ട് ഹനുമാൻ കുരങ്ങുകൾ മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ ചീത്തപ്പേര് കുഞ്ഞിന്റെ എൻട്രിയോടെ പഴങ്കഥയായിരിക്കുകയാണ്. ഹനുമാൻ കുഞ്ഞ് പെണ്ണാണോ ആണാണോ എന്നൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. അതിന് കുറച്ച് ദിവസം കൂടി എടുക്കും. അതിനുശേഷം പേരിടൽ ചടങ്ങൊക്കെ ഉണ്ട്. പ്രേക്ഷകർക്കും നല്ല പേരുകളൊക്കെ സജസ്റ്റ് ചെയ്യാം. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1 തിരുവനന്തപുരം.